ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം സജീവമാകുന്നതിനിടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡയിൽ നിന്ന് ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്ന ഖാലിസ്ഥാനികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ്. ഇതാദ്യമായാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ കാനഡ രംഗത്തു വരുന്നത്. രാജ്യത്ത് ആക്രമണങ്ങൾ നടത്തി കാനഡയിൽ അഭയം തേടുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നത് ഇന്ത്യയുടെ തുടർച്ചയായുള്ള ആവശ്യമായിരുന്നു. കനേഡിയൻ മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഇന്ത്യയുടെ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു. എന്നാൽ മാർക്ക് കാർണിയുടെ ഭരണകൂടം ഖാലിസ്ഥാൻ തീവ്രവാദത്തെ എതിർക്കുകയാണ്. കാനഡയുടെ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറയുന്നു. ഇന്ത്യയിൽ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ധനസമാഹരണത്തിനുമായി ഇവർ കാനഡ താവളമാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇന്ത്യയുടെ തുടർച്ചയായ ആവശ്യത്തെ കാനഡ പരിഗണനയിലെടുക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണിത്. കാനഡയിലിരുന്ന് ഇന്ത്യക്കെതിരെ തുടർച്ചയായി ഭീഷണി നടത്തുന്ന ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിനെ പോലുള്ള ഖാലിസ്ഥാൻ തീവ്രവാദികളെ പിടികൂടി നാട്ടിലെത്തിക്കുന്നതിന് കാനഡയുടെ സഹായം ഒരുപക്ഷെ ഇന്ത്യക്ക് ലഭിച്ചേക്കും. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്ത് ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാറിനെ വധിച്ചതോടെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളായത്. 24 ഡൽഹി.